ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കാണ്. പുതിയ ടോപ്പിക്കല്ല, നമ്മൾ ഇന്നലെ നവോത്ഥാന നായകന്മാർ പഠിച്ചു. അപ്പോൾ ഇന്നലെ നമ്മൾ ശ്രീനാരായണ ഗുരുവാണ് അതിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് നവോത്ഥാന നായകനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് ഓരോ ദിവസം ഓരോരുത്തരായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളെ ജനനം എന്ന് പറഞ്ഞത് 1853 ഓഗസ്റ്റ് 25-നാണ്. ഓക്കെ, 1853 നമ്മൾ ശ്രീനാരായണ ഗുരു എന്നായിരുന്നു 1856 ശ്രീനാരായണ ഗുരു. ഓക്കെ, അതുപോലെ തന്നെ മരണം 1924 മെയ് 5-നാണ് അദ്ദേഹം അന്തരിച്ചത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്, അതായത് ജന്മസ്ഥലം, ജന്മഗൃഹം എന്ന് പറയുന്നത് ഉള്ളൂർക്കോട് വീടായിരുന്നു. ഉള്ളൂർക്കോട് നിങ്ങളെപ്പോഴും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, ശ്രീനാരായണ ഗുരു വയൽവാരായിരുന്നു, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമി അപ്പോൾ എന്താണ് ഉള്ളൂർക്കോട് വീട്, കണ്ണൻമൂല, തിരുവനന്തപുരം. മറ്റേത് വയൽവാരം, ചെമ്പഴന്തി, തിരുവനന്തപുരം ആയിരുന്നു. ഇവിടെ ഉള്ളൂർക്കോട് കേട്ടോ. ഉള്ളൂർക്കോട് വീട്, കണ്ണൻമൂല, തിരുവനന്തപുരം. ഇനി യഥാർത്ഥ നാമം അയ്യപ്പൻ. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയ്യപ്പൻ എന്നായിരുന്നു. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു. ബാല്യകാലനാമം കുഞ്ഞൻപിള്ളയും യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നുമായിരുന്നു. ഇനി അദ്ദേഹം കുറേ വിശേഷണങ്ങളിൽ അറിയപ്പെട്ടിരുന്നു. സർവ്വവിദ്യാധിരാജൻ, ഷൺമുഖദാസൻ, ബാലഭട്ടാകരൻ, കാവി ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, അങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളാണ്. ഇതൊക്കെയാണ് ഷൺമുഖദാസൻ, കാവി ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, ബാലഭട്ടാകരൻ, സർവ്വവിദ്യാധിരാജൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഗുരു തൈക്കാടയ്യ. ഈ പേര് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവിൽ നമ്മൾ തൈക്കാടയ്യ പഠിച്ചിട്ടുണ്ടായിരുന്നു. തൈക്കാടയ്യ ഉണ്ട്. അതുപോലെ തന്നെ പേട്ടയിൽ രാമൻ പിള്ള ആശാനും അദ്ദേഹത്തിൻ്റെ ഗുരു തന്നെയാണ്. ഓക്കെ, ഇവിടെ 2 ഗുരുക്കളാണുള്ളത്, തൈക്കാടയ്യയും പേട്ടയിൽ രാമൻ പിള്ള ആശാനും. ഇനി നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ നമ്മൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1882 എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1892 എന്നാണ്. 1892. ഓക്കെ, ഇനി ഇദ്ദേഹം നമ്മൾ പറഞ്ഞു എന്താ വെച്ചാൽ 1853 ഓഗസ്റ്റ് 25-നാണ് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ് 25 കേരളത്തിലെ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്തായിട്ട്? ജീവകാരുണ്യ ദിനം കേരളത്തിൽ കേട്ടോ. ഇനി അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ച സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടിവീശ്വരം തമിഴ്നാട് വെച്ചായിരുന്നു. ഓക്കെ, എവിടെ വെച്ചായിരുന്നു? വടിവീശ്വരം, തമിഴ്നാട്. ഇനി സമാധി ആയ ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ പേരിലൊരു ക്ഷേത്രമൊക്കെ പണിതിട്ടുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പേരായിരുന്നു ബാലഭട്ടാകര ക്ഷേത്രം. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേരാണ് ബാലഭട്ടാകരൻ എന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സമാധി ആയ ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പണിത ക്ഷേത്രത്തിൻ്റെ പേരായിരുന്നു ബാലഭട്ടാകര ക്ഷേത്രം എന്ന് പറഞ്ഞു. ഇനി അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് നമ്മളുടെ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2014 ഏപ്രിൽ 30-നാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിഭാഷ, അദ്വൈത ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ആദിഭാഷ, അദ്വൈത ചിന്ത പദ്ധതി, അദ്വൈത പഞ്ചരം. 2 അദ്വൈത ചിന്താ പദ്ധതിയും അദ്വൈത പഞ്ചരം. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം ആൻഡ് ക്രിസ്തുമത ഛേദനം. ഓക്കെ, ഇന്ന് നമ്മൾ ചട്ടമ്പി സ്വാമി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണ അതിൽ അനുശോചിച്ചുകൊണ്ട് നമ്മൾ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ഒരു കവിതയാണ് സമാധി സപ്തകം. ആരെഴുതിയത്? പണ്ഡിറ്റ് കറുപ്പൻ. ആരന്തരിച്ചപ്പോൾ? ചട്ടമ്പി സ്വാമി അന്തരിച്ചപ്പോൾ. എന്നാലും നമ്മൾ ചട്ടമ്പി സ്വാമി നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഒരു കൃതി കൈമാറിയ കാര്യം പറഞ്ഞിരുന്നു. അറിയില്ല, ഓർമ്മയുണ്ടോ? അതേത് കൃതിയാണ്? അത് നവമഞ്ചരി ആയിരുന്നു. ഏതായിരുന്നു? നവമഞ്ചരി. ഇനി ഇവിടെ എന്താ പറയുന്നത്? ചട്ടമ്പി സ്വാമി മരിച്ചപ്പോൾ അദ്ദേഹത്തിനെ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയതായിരുന്നു ഏത്? സപ്തകം. ഓക്കെ, സമാധി സപ്തകം. ഇനി അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ ജീവിതവും ദർശനവും എന്ന് പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കെ മഹേശ്വരനാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആര്? നമ്മളെ ചട്ടമ്പി സ്വാമികൾ. ഇനി ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാരെ നോക്കാം. വെളുത്തേരി കേശവൻ വൈദ്യൻ, നീലകണ്ഠ തീർത്ഥപാദർ, ബോധേശ്വരൻ. ഈ ബോധേശ്വരൻ നമ്മൾ ഇന്നലെ പഠിച്ചതായിരുന്നു. ആരായിരുന്നു? സുഗതകുമാരി അച്ഛനാന്ന് പറഞ്ഞിരുന്നു. ബോധേശ്വരൻ നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചട്ടമ്പി സ്വാമികളുടെ കുറച്ചേ ഉള്ളൂ പഠിക്കാനായിട്ട്, പെട്ടെന്ന് പഠിച്ചു തീരും. ഓക്കെ,
അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് നവോത്ഥാന നായകന്മാരെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു. എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കാൻ നോക്കൂ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇയേഴ്സ് ആയാലും എന്താ പറയുക, അത് ഡീറ്റെയിൽസ് ആയാലും പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, നമുക്ക് എപ്പോഴും തെറ്റിപ്പോണ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൃതികളുടെ കാര്യത്തിൽ നമുക്ക് എപ്പോഴും നിറയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് പക്ഷെ നമ്മൾ പഠിക്കാതെ വേറെ നിവർത്തിയില്ല. ഓക്കെ, താങ്ക് യു.